നമസ്കാരം. രണ്ടാം വർഷ പ്ലംബർ ജനറൽ 2 വിദ്യാർത്ഥികളുടെ വാൽവ്സ് എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് വാട്ടർ വാൽവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാൽവ്സ്. Valves are fittings that are used in plumbing to control the flow of water. Valve is a device used to start, to stop, or to regulate the flow of water. Regardless of type, all valves have the following basic parts: body, bonnet, trim, actuator and packing. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വാൽവുകളെ കുറിച്ച് പഠിച്ചതാണ്. വാൽവ് എന്നാൽ പ്ലംബിംഗ് സിസ്റ്റത്തിൽ ജലപ്രവാഹം തുടങ്ങുവാനോ നിർത്തുവാനോ നിയന്ത്രിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഒരു വാൽവിന്റെ പ്രധാന ഭാഗങ്ങൾ ബോഡി, ബോണറ്റ്, ട്രിം, ആക്ച്വേറ്റർ, പാക്കിംഗ് എന്നിവയാണ്. ഇതിൽ ബോഡിയും ബോണറ്റും പ്രഷർ വഹിക്കുന്ന ഭാഗങ്ങളാണ്. വാൽവിൽ ജലപ്രവാഹം നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് ട്രിം എന്ന് പറയുന്നത്. വാൽവിനെ പ്രവർത്തിപ്പിക്കുന്നത് ആക്ച്വേറ്ററും ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത് പാക്കിങ്ങുമാണ്. വാൽവ് മെറ്റീരിയൽസ്. Valves can be made of different materials. Type of valve and material depends on use, type of fluid handled, pressure, operating conditions, etc. Materials range from PVC, CPVC to metallic alloys. Aluminum, bronze, nickel, cast iron, ductile iron, brass and many other metals and alloys are used for making valves. For portable water supply system, lead-free alloys are prepared. വാൽവുകൾ പല പദാർത്ഥങ്ങൾ കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഏത് പദാർത്ഥം കൊണ്ടുണ്ടാക്കിയ വാൽവാണ് ഒരു ഇന്ന എടുത്ത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്, അത് ഏതു തരം ഫ്ലൂയിഡാണ് കൈകാര്യം ചെയ്യുന്നത്, ആ സ്ഥലത്തെ മർദ്ദം എത്രയാണ്, അവിടുത്തെ പരിതസ്ഥിതി എന്താണ്, ഇവയെ ആശ്രയിച്ചിരിക്കും. PVC, CPVC, അലൂമിനിയം, ബ്രോൺസ്, നിക്കൽ, കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ അയൺ, ബ്രാസ്, പേറ്റന്റഡ് അലോയ്സ് തുടങ്ങിയ പല പദാർത്ഥങ്ങൾ വെച്ച് വാൽവുകൾ ഉണ്ടാക്കാറുണ്ട്. ശുദ്ധജല വിതരണ സംവിധാനത്തിന് ലെഡ് ഫ്രീ അലോയ്സ് ആണ് അഭികാമ്യമായിട്ടുള്ളത്. വാൽവ് സെലക്ഷൻ. Type of valve to be used depends on action required, environment, type of fluid, pressure, temperature, etc. ഏത് വാൽവാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ വാൽവിന്റെ ധർമ്മത്തിനും അനുസരിച്ചിരിക്കും. അതായത് റെഗുലേറ്റ് ചെയ്യാനാണോ അതോ ജലപ്രവാഹം തുടങ്ങാനോ അവസാനിപ്പിക്കാനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത്, ആ സ്ഥലത്തെ പരിതസ്ഥിതി എന്താണ്, ഏത് തരം ഫ്ലൂയിഡാണ് സിസ്റ്റത്തിലുള്ളത്, അവിടുത്തെ മർദ്ദം എത്രയാണ്, താപനില എത്രയാണ്, ഇവ അനുസരിച്ചാണ് നമ്മൾ വാൽവ് സെലക്ട് ചെയ്യുന്നത്. വാൽവ് എൻഡ് കണക്ഷൻസ്. സോൾവെന്റ് വെൽഡഡ്, ത്രെഡഡ്, ഫ്ലാഞ്ച്ഡ്. വാൽവുകൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് വാൽവ് എൻഡ് കണക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന CPVC, PVC വാൽവുകളാണെങ്കിൽ അവ നമുക്ക് പ്ലംബിംഗ് പൈപ്പുകളിലേക്ക് ത്രെഡഡ് ഫിറ്റിംഗ്സ് കൂടാതെ സോൾവെന്റ് സിമെന്റ് ഉപയോഗിച്ച് ഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ത്രെഡഡ് ഫിറ്റിംഗ്സും നിലവിലുണ്ട്. മെറ്റൽ കൊണ്ടുള്ള വാൽവുകളാണെങ്കിൽ നമുക്ക് വെൽഡിംഗ് വഴി ഘടിപ്പിക്കാവുന്നതാണ്. വെൽഡ് ചെയ്യാൻ പറ്റാത്ത പദാർത്ഥങ്ങൾ കൊണ്ടുള്ള വാൽവുകളാണെങ്കിൽ നമുക്ക് ത്രെഡഡ് വാൽവ്സോ അല്ലെങ്കിൽ ഫ്ലാഞ്ച്ഡ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന വാൽവുകളോ ഉപയോഗിക്കേണ്ടി വരും. Classification of valves. Valves are generally classified based on operating mechanism into two: linear motion valves and rotary valves. ടൈപ്സ് ഓഫ് വാൽവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. മാനുവൽ വാൽവ്സ്, റോട്ടറി വാൽവ്സ്, ചെക്ക് വാൽവ്സ്, സേഫ്റ്റി റിലീഫ് വാൽവ്സ്, അങ്ങനെ പലതരം വാൽവുകളും ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ലീനിയർ മോഷൻ വാൽവ്സ്. ലീനിയർ മോഷൻ ഓഫ് ഫ്ലോ ഒബ്സ്ട്രക്ടർ. Linear motion valves uses a closure member that moves in a straight line to start, to stop, or throttle the flow. The closure device could be a disc, slate, or flexible material like a diaphragm. Multi-turn valves. Slower in operation but have a higher level of accuracy and stability in position of the closure member. Example: gate valve, block valve, needle valve. Linear motion വാൽവുകളിൽ ഫ്ലോ നിയന്ത്രിക്കുന്നത് ഉപകരണം താഴേക്കോ മുകളിലോ ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നീങ്ങുന്നത്. ഈ ഡിവൈസ് ഒരു ഡിസ്കോ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയലോ സ്ലേറ്റോ ആകാം. ലീനിയർ മോഷൻ വാൽവ്സ് ജലപ്രവാഹം തുടങ്ങാനോ അവസാനിപ്പിക്കാനോ അതുപോലെ കൺട്രോൾ ചെയ്യാനോ ഉപയോഗിക്കും. ഇവ മൾട്ടി ടേൺ വാൽവ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ഇവയുടെ ആക്യുറസി കൂടുതലാണ്, അതുപോലെ സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. ഗേറ്റ് വാൽവ്.
Gate valve is a sliding type of valve, linear motion valve. The closing member is a metal gate. There is negligible pressure drop across the valve. Gate valve should ideally be used as an on or off valve. It is not advisable to use them as throttling valves. Used in supply mains as isolating valves. Gate valve. ഇത് ഒരു ഗേറ്റ് വാൽവിൻ്റെ സെക്ഷനാണ്. ഇത് സാധാരണ നമ്മൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ത്രെഡഡ് ഗേറ്റ് വാൽവാണ്. ഇത് ഗേറ്റ് വാൽവിൻ്റെ സിമ്പിളാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഗേറ്റ് വാൽവിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. സ്റ്റെമ്മ്, ഹാൻഡിൽ, യോക്ക്, പാക്കിംഗ് നെറ്റ്, ബോണറ്റ്, ഗേറ്റ്, ബോഡി. ഗേറ്റ് വാൽവിൻ്റെ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ ഈ ഹാൻഡിൽ കറങ്ങുമ്പോൾ ഈ ഗേറ്റ് താഴോട്ട് വരും. താഴോട്ട് വന്ന് മൊത്തത്തിൽ തടയുമ്പോൾ ജലപ്രവാഹം നിൽക്കുന്നു. അതേപോലെ തന്നെ ഹാൻഡിൽ വീൽ തിരിച്ച് കറങ്ങുമ്പോൾ ഗേറ്റ് മുകളിലേക്ക് ഉയരുകയും ജലപ്രവാഹം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ഗേറ്റ് വാൽവിൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഒരു തിൻ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഗേറ്റ് വാൽവ് സാധാരണയായി ഉപയോഗിക്കുന്നത് ജലപ്രവാഹം തുടങ്ങുവാനും നിർത്തുവാനും വേണ്ടിയാണ്. ഇതിൽ പ്രഷർ ഡ്രോപ്പ് വളരെ കുറവാണ്. ഗേറ്റ് വാൽവ് സാധാരണയായി ഉപയോഗിക്കുന്ന വാൽവാണ്. നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കാറുണ്ട്. അത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഐസൊലേറ്റിംഗ് വാൽവായിട്ടാണ് ഗേറ്റ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. Globe valve. A globe valve is a linear motion valve consisting of a movable disc type element and a stationary ring seat. Generally, body is spherical in shape, used for regulating flow in a pipeline. Not generally used as a shut-off valve, mainly used in treatment plants. Costlier. Globe valve. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്ലോബ് വാൽവാണ്. ഇതാണ് ഗ്ലോബ് വാൽവിൻ്റെ സിമ്പിൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗ്ലോബ് വാൽവിൻ്റെ ബോഡി സ്പിരിക്കൽ ഷേപ്ഡായിരിക്കും. ഗ്ലോബ് വാൽവിൻ്റെ ഭാഗങ്ങളാണിത്. വീല്, സ്റ്റെമ്മ്, ബോണറ്റ്. ഗേറ്റ് വാൽവിലെ ഗേറ്റിന് പകരം ഇവിടെ ഒരു ഡിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയുള്ള തിക്കർ മെമ്പറാണ്. ഗ്ലോബ് വാൽവിൽ ഡിസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു ഫ്ലോ കൺട്രോളിംഗ് ഡിവൈസ് ആയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഓൺ ഓഫ് വാൽവായിട്ട് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലും മറ്റുമാണ് ഗ്ലോബ് വാൽവ് ഉപയോഗിക്കുന്നത്. ആംഗിൾ വാൽവ്. Angle valve is a globe valve with inlet and outlet at an angle. Generally used at end of supply lines for fixtures. Used as stop valve. Generally used for wash basins, toilet seat, water heaters, hot water pipes, etc. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ആംഗിൾ വാൽവാണ്. ഇതിനെ സാധാരണഗതിയിൽ ആംഗിൾ കോക്ക് എന്നും പറയാറുണ്ട്. ഇതിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരു ആംഗിളിലായിരിക്കും. ഇവിടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിൽ 90 ഡിഗ്രി ആംഗിളാണ്. ഇത് ആംഗിൾ വാൽവിൻ്റെ സിമ്പിളാണ്. ഇത് സാധാരണ സപ്ലൈ ലൈൻസിൻ്റെ അവസാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫിക്സ്ചേഴ്സിലേക്ക് വാട്ടർ സപ്ലൈ എടുക്കാൻ വേണ്ടി. ഇതൊരു റെഗുലേറ്റിംഗ് വാൽവായിട്ടും സ്റ്റോപ്പ് വാൽവായിട്ടും ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി വാഷ് ബേസിൻ, ഫ്ലഷിംഗ് സിസ്റ്റേൺ, വാട്ടർ ഹീറ്റർ, ഹോട്ട് വാട്ടർ പൈപ്പ് എന്നിവയ്ക്ക് അരികിലായിട്ടാണ് ആംഗിൾ വാൽവ് ഉപയോഗിക്കുന്നത്. ആംഗിൾ വാൽവിൽ നിന്നാണ് ഇവയിലേക്ക് വാട്ടർ സപ്ലൈ കണക്ഷൻ എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ഫ്ലെക്സിബിൾ ഹോഴ്സ് പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. വാഷ് ബേസിൻ പഠിച്ചപ്പോൾ നിങ്ങൾ ആംഗിൾ വാൽവിനെ കുറിച്ചും ഫ്ലെക്സിബിൾ കണക്ഷൻ പൈപ്പിനെ കുറിച്ചും പഠിച്ചതാണ്. Diaphragm valves. Linear motion valve consist of a valve body with two or more ports, a diaphragm and a weir or saddle or seat upon which the diaphragm closes the valve. The valve body may be constructed from plastic, metal, wood, etc. Diaphragm valves use a flexible sheet pressed close to the edge of a solid dam to narrow the flow path of the fluid. Can be used to start, stop or regulate flow. ഡയഫ്രം വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഇതൊരു ഡയഫ്രം വാൽവിൻ്റെ ചിത്രമാണ്. ഇതാണ് ഡയഫ്രം വാൽവിൻ്റെ സിമ്പൽ. ഇതിൻ്റെ ഡയഫ്രം വാൽവിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഇതും ഡയഫ്രം വാൽവിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഹാൻഡിൽ വീൽ, ത്രസ്റ്റ് ബിയറിങ്സ്, കംപ്രസർ, ഡയാഫ്രം, വെയർ. ഇതാണ് വാൽവിൻ്റെ ബോഡി. ഈ ഹാൻഡിൽ വീൽ കറക്കുമ്പോൾ ഈ കംപ്രസർ താഴോട്ട് വരുന്നു. ഈ ഡയാഫ്രം എന്നൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. അതും കംപ്രസറിൻ്റെ കൂടെ താഴേക്ക് വന്ന് ഈ വെയറിൽ എത്തുമ്പോൾ ഡയാഫ്രം പൂർണ്ണമായും അടയും. ഇതാണ് ഡയാഫ്രം ക്ലോസ്ഡ് കണ്ടീഷൻ. ഇത് ഡയാഫ്രം മൊത്തത്തിൽ ഉയർന്നിരിക്കുന്നത്. അപ്പോഴാണ് ഡയാഫ്രം ഓപ്പൺ കണ്ടീഷൻ. ഡയാഫ്രം വാൽവ് ഒരു റെഗുലേറ്റിംഗ് വാൽവായിട്ടോ ഷട്ട് ഓഫ് വാൽവായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിഞ്ച് വാൽവ്. ലീനിയർ മോഷൻ വാൽവ്. എംപ്ലോയ് ആൻ ഇലാസ്റ്റിക് ട്യൂബിംഗ് and a device that directly contacts the tubing body. Forcing the tubing together will create a seal. Used to start, stop or regulate flow.
Used in applications where the media needs to be completely isolated from any internal valve parts. Suited for handling slurries, fluids having large amount of suspended solids. Bulk and solid handling, cement industry, wastewater industry, etc. പിഞ്ച് വാൽവ് ഒരു ലീനിയർ മോഷൻ വാൽവാണ്. എന്നാൽ ഇതിനകത്ത് ജലപ്രവാഹം നടക്കുന്ന ഭാഗത്ത് ഒരു ഫ്ലെക്സിബിൾ ട്യൂബിൽ കൂടെയാണ് ജലം പ്രവഹിക്കുന്നത്. ഇത് പിഞ്ച് വാൽവാണ്. ഇത് പിഞ്ച് വാൽവിൻ്റെ സിമ്പിളാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡിൽ വീൽ, സ്പിൻഡിൽ, അപ്പർ പിഞ്ച് ബാർ, ഫ്ലെക്സിബിൾ ട്യൂബ്, വാൽവ് ബോഡി. ഹാൻഡിൽ കറക്കുമ്പോൾ പിഞ്ച് ബാർ താഴോട്ട് വരികയും അതുവഴി ഫ്ലെക്സിബിൾ ട്യൂബ് ചുരുങ്ങുകയും ജലപ്രവാഹം പൂർണ്ണമായി നിർത്തപ്പെടുന്നു. തിരിച്ചു കറക്കുമ്പോൾ ജലപ്രവാഹം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. പിഞ്ച് വാൽവിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ് വാൽവിൻ്റെ മൂവബിൾ പാർട്സ്, അതായത് ട്രിം എലിമെൻസുമായി ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലറി, സസ്പെൻഡഡ് സോൾസ്, കൂടുതലുള്ള വെള്ളം, വേസ്റ്റ് വാട്ടർ എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന പ്ലംബിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പിഞ്ച് വാൽവ് ഉപയോഗിക്കാം. ഈ സസ്പെൻഡഡ് സോൾസും മറ്റും വാൽവിൻ്റെ മൂവബിൾ പോർഷൻസിൽ കയറി അവ അടഞ്ഞു പോകാതിരിക്കാനും വാൽവുകൾക്ക് കേടുവരാതിരിക്കാനും വേണ്ടിയാണ് പിഞ്ച് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അവ സ്റ്റോപ്പ് വാൽവായിട്ടും റെഗുലേറ്റിംഗ് വാൽവ്സ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. സിമെൻറ്റ് ഇൻഡസ്ട്രി, വേസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്നിവയുള്ളിടത്താണ് പിഞ്ച് വാൽവ് ഉപയോഗിക്കുന്നത്. നീഡിൽ വാൽവ്, ലീനിയർ മോഷൻ വാൽവ്. The distinguishing characteristic of needle valve is the long tapered needle-like point on the end of valve stem. Needle acts as a disc used to accurately control flow rates. Can also be used as a reliable shut-off valve. Generally used for low flow rates. Large pressure drop from inlet to the outlet. Most common application is to control the flow of a gas like propane. Needle valve. Needle valve ഒരു ലീനിയർ മോഷൻ വാൽവാണ്. നീഡിൽ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് എലിമെൻറ്റ് ഒരു നീഡിൽ ഷേപ്ഡ് ആണ്. ഇതാണ് പ്ലഗ് ആയിട്ട് ആക്ട് ചെയ്ത് ജലപ്രവാഹം നിയന്ത്രിക്കുന്ന ഭാഗം. ഇത് നീഡിൽ വാൽവാണ്. ഇതാണ് നീഡിൽ വാൽവിൻ്റെ സിമ്പിൾ. നീഡിൽ വാൽവിൽ പ്രഷർ ഡ്രോപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇത് ലോ ഫ്ലോ ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. അതായത് അത്രയ്ക്ക് ശക്തിയല്ലാത്ത ജലപ്രവാഹമുള്ളിടത്താണ് നീഡിൽ വാൽവുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു റെഗുലേറ്റിംഗ് വാൽവായിട്ടും സ്റ്റാർട്ട് സ്റ്റോപ്പ് വാൽവായിട്ടും ഉപയോഗിക്കാറുണ്ട്. റോട്ടറി മോഷൻ വാൽവ്. Rotary valves works on the rotary motion of flow obstructor. Rotary motion valves rotates a disc or ellipse about an angular or circular shaft extending across the diameter of an orifice. Quarter turn valves will be in their fully open or fully closed condition after a 90-degree turn of the stem. Their operation is much quicker than linear motion valves. Example: ball valve, plug valve, butterfly valve. Rotary motion valve will flow control ചെയ്യുന്ന ഭാഗം ഒരു ഡിസ്കോ എലിപ്സോ ആയിരിക്കും. അതിൻ്റെ റോട്ടറി മോഷൻ വഴിയാണ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ക്വാർട്ടർ ടേൺ മോഷനാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഡിസ്കും ഹാൻഡിലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. ഹാൻഡിൽ ഒരു ക്വാർട്ടർ ടേൺ ചെയ്യുമ്പോൾ വാൽവ് പൂർണ്ണമായും തുറക്കുകയോ അടയുകയോ ചെയ്യുന്നു. ലീനിയർ മോഷൻ വാൽവ്സിനെ അപേക്ഷിച്ച് ഇവ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. എക്സാമ്പിൾ: ബോൾ വാൽവ്, പ്ലഗ് വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്, എക്സെട്ര. Ball valve. Rotary motion valve. Quarter turn valve which uses a hollow, perforated and pivoting ball to control flow through it. Ball valves are durable and reliable. Quick action. Mainly used for on or off fluid flow. Can also be used for regulating flow. Used in water lines in houses, industries, etc. Common in households. Ball valve ഒരു ലീനിയർ മോഷൻ വാൽവാണ്. ഇത് നമ്മൾ സാധാരണ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ബോൾ വാൽവാണ്. ഇതതിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതാണ് ബോൾ വാൽവിൻ്റെ സിമ്പിൾ. ഇതും ബോൾ വാൽവിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിനകത്ത് ബോൾ വാൽവിൻ്റെ പാർട്സ് നമുക്ക് കാണാം. സീറ്റ്, ബോള്, ഫ്ലോ ഡയറക്ഷൻ, ബോഡി, സ്റ്റെം. ബോൾ വാൽവിൽ ഹാൻഡിലുമായിട്ടാണ് ഈ ഡിസ്ക് ബോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫ്ലോ ഒബ്സ്ട്രക്റ്റിംഗ് മെമ്പർ ഒരു ബോളാണ്. ഇതൊരു ക്വാർട്ടർ ടേൺ വാൽവാണ്. ഇതിൻ്റെ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ ബോള് കറങ്ങുകയും ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പാത്ത് ഫ്രീ ആവുകയോ ചെയ്യും. അങ്ങനെ ഒന്നുകിൽ ജലപ്രവാഹം തുടങ്ങുന്നു അല്ലെങ്കിൽ ജലപ്രവാഹം നിൽക്കുന്നു. സാധാരണയായി ബോൾ വാൽവുകൾ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. എന്നാൽ റെഗുലേറ്റിംഗ് വാൽവായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീടുകളിലെല്ലാം സർവ്വസാധാരണയായി ബോൾ വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും വാട്ടർ ടാങ്കിനടുത്തൊക്കെയാണ് ബോൾ വാൽവ് ഉപയോഗിക്കുന്നത്.
Butterfly valve. Rotary motion valve. Butterfly valves are most simple valves. They are quarter turn operated valves, requires less space, quick and easy to operate, used as on-off valve and also as regulating valve, used in multiple industries for varied applications. പ്രധാനമായും ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു റോട്ടറി വാൽവാണ് ബട്ടർഫ്ലൈ വാൽവ്. ഇതൊരു ബട്ടർഫ്ലൈ വാൽവിൻ്റെ ചിത്രമാണ്. ഇത് ബട്ടർഫ്ലൈ വാൽവിൻ്റെ സിമ്പിൾ. പ്രധാനമായിട്ടും ബട്ടർഫ്ലൈ വാൽവിൽ ഹാൻഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്ക് ആണ് ഇതിൽ ജലപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത്. ബട്ടർഫ്ലൈ വാൽവ് പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന വാൽവാണ്. ക്വാർട്ടർ ടേൺ വാൽവാണ്. പ്രധാനമായും ഇൻഡസ്ട്രീസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്വിക്ക് ആക്ഷൻ ആണ്. ബട്ടർഫ്ലൈ വാൽവ്സിന് കുറച്ച് സ്ഥലം മതി. അതുകൊണ്ട് തന്നെ ഇത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസിലും ഉപയോഗിക്കാൻ പറ്റും. ക്വിക്ക് ആക്ടിംഗ് വാൽവ്സ് ആണ്. Plug valve. Plug valve is a quarter turn rotary motion valve. Valve that uses tapered or cylindrical plug to start or stop the flow. The disc is in plug shape, which has a passage to pass the flow. When plug is turned 90 degrees from the open position, the solid part of the plug blocks the flow. It is used in place of gate valve where quick operation is required. It can be used in high pressure temperature services. Simple design with fewer parts. പ്ലഗ് വാൽവ് ഒരു റോട്ടറി മോഷൻ വാൽവാണ്. ഇത് ഒരു പ്ലഗ് വാൽവിൻ്റെ ചിത്രമാണ്. ഇത് പ്ലഗ് വാൽവിൻ്റെ സിമ്പിൾ. പ്ലഗ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് പ്ലഗ്. ഈ പ്ലഗ് വാൽവിൻ്റെ ചിത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണാം. ഹാൻഡില്, ഗ്രീസ് ഫിറ്റിംഗ്, സ്റ്റെമ്മ്, പാക്കിംഗ് പ്ലാന്റ്, പാക്കിംഗ്, പ്ലഗ് റീറ്റെയിനർ, ബോഡി. ഇത് പ്ലഗ് വാൽവിൻ്റെ ക്ലോസ്ഡ് കണ്ടീഷനാണ്. ഇതാണ് പ്ലഗ്. ഇത് ഗ്രീസ് ക്ലൂസ്. പ്ലഗ് വാൽവിൽ ഫ്ലോ കൺട്രോളിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലഗ് ആണ്. പ്ലഗ് വാൽവ് സാധാരണയായി ഒരു ഓൺ ഓഫ് വാൽവായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഗേറ്റ് വാൽവിന് പകരമായിട്ടാണ് പ്ലഗ് വാൽവ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ജലപ്രവാഹം തുടങ്ങുകയും നിർത്തുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഗേറ്റ് വാൽവിന് പകരം നമ്മൾ പ്ലഗ് വാൽവ് ഉപയോഗിക്കുന്നു. ഒരു ക്വാർട്ടർ ടേൺ വാൽവാണ്. ക്വിക്ക് ആക്ഷനാണ്. റിലയബിളുമാണ്. ചെക്ക് വാൽവ്. എ ചെക്ക് വാൽവ് അലോസ് ഫ്ലൂയിഡ് to flow through it in only one direction, also called as unidirectional valve. Check valves are often used before and after pumps to ensure that they do not run dry. Used as foot valve in pumps, sprinklers, rainwater harvesting system, etc. to prevent backflow of water. Types like swing check valve, lift check valve. Check valve. ഇതൊരു ചെക്ക് വാൽവിൻ്റെ സിമ്പിളാണ്. ഇതാണ് ചെക്ക് വാൽവ്. ഇതൊരു സ്പ്രിംഗ് ചെക്ക് വാൽവിൻ്റെ ഡയഗ്രമാണ്. ബോഡി, സ്പ്രിങ്, വാൽവ്, ഫ്ലാഞ്ച്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ചെക്ക് വാൽവുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവയെ യൂണി ഡയറക്ഷണൽ വാൽവ്സ് എന്ന് പറയും. ചെക്ക് വാൽവുകൾ പമ്പുകളിൽ ഉപയോഗിക്കാറുണ്ട്. സക്ഷൻ പൈപ്പിൽ വെള്ളം നിൽക്കാൻ വേണ്ടി ചെക്ക് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഫൂട്ട് വാൽവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചെക്ക് വാൽവാണ്. പമ്പിൽ, സ്പ്രിംഗ്ലറിൽ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിലെല്ലാം ചെക്ക് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. ഫുട്ട് വാൽവ്. Foot valves are a form of check valve installed at the bottom of pump suction line inside the wet well. Foot valves are an inexpensive way to prime a single centrifugal pump. Typical materials include PVC or plastic and bronze for foot valves. ഇതൊരു ഫുട്ട് വാൽവാണ്. ഇതൊരു ഫുട്ട് വാൽവിൻ്റെ ചിത്രം. ഇതിനകത്ത് ഇതിൻ്റെ പാർട്സ് കാണാൻ പറ്റും. ബോഡി, വാൽവ് ഡിസ്ക്, ഫിക്സിംഗ് നെറ്റ്, ഫിക്സിംഗ് സ്ക്രൂ, സ്ട്രെയിനർ ഫ്ലാഞ്ച്, സ്ട്രെയിനർ. പ്രധാനമായിട്ടും ഫൂട്ട് വാൽവുകൾ ഉപയോഗിക്കുന്നത് സക്ഷൻ ലൈനിലാണ്. പമ്പിൻ്റെ ഫൂട്ട് വാൽവ് ഒരു ചെക്ക് വാൽവാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ അനുവദിക്കുള്ളൂ. സെൻട്രിഫ്യൂഗൽ പമ്പുകളിൽ പ്രൈമിങ്ങിന് വേണ്ടി നമ്മൾ ഫുട്ട് വാൽവ് ഉപയോഗിക്കുന്നു. അപ്പോൾ സക്ഷൻ പൈപ്പിലെ വെള്ളം താഴോട്ട് പോകാതെ തടഞ്ഞു നിർത്തുന്നത് ഫുട്ട് വാൽവാണ്. ഫുട്ട് വാൽവുകൾ പല പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കാറുണ്ട്. പ്ലാസ്റ്റിക് ഫുട്ട് വാൽവുകളുണ്ട്, ബ്രോൺസ് വെച്ചുള്ള ഫുട്ട് വാൽവുണ്ട്. കിണറ്റിൽ ഉപയോഗിക്കുന്ന ഫുട്ട് വാൽവ് ഒരു സ്ട്രെയിനറും ഉപയോഗിച്ചിരിക്കും. ഇതാണ് സ്ട്രെയിനർ. Pressure relief valve. Pressure relief valve is designed to relieve excess pressure. It is characterized by rapid opening or by opening in a manner generally proportional to the increase in pressure over the opening pressure. They are used as safety valve in high pressure applications, as blow-off valve in water supply lines and in tall buildings. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രഷർ റിലീഫ് വാൽവ്സ് ആണ്. അതിൻ്റെ പ്രഷർ ഗേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പ്രഷർ റിലീഫ് വാൽവിൻ്റെ സിമ്പിൾ. ഇതൊരു പ്രഷർ റിലീഫ് വാൽവിൻ്റെ സെക്ഷൻ. ഇതിനകത്ത് അതിൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, സ്പ്രിങ്, പിസ്റ്റൺ, ഫ്ലോ ഡയറക്ഷൻ, സോഴ്സ് ഓഫ് പ്രഷർ. പ്രഷർ റിലീഫ് വാൽവ് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തെ എക്സസ് പ്രഷർ വരുമ്പോൾ
പ്ലംബിംഗ് സിസ്റ്റത്തിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രഷർ വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സെറ്റ് പ്രഷറിൽ കൂടുതൽ ഉള്ള പ്രഷർ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രഷർ വാൽവുകൾ ഓപ്പൺ ആവുകയും പ്രഷർ ഡിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവ സേഫ്റ്റി വാൽവുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൈ പ്രഷർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലംബിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ബ്ലോ ഓഫ് വാൽവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ വലിയ ബിൽഡിങ്സിലും മറ്റും പ്രഷർ റിലീഫ് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. എയർ അഡ്മിറ്റൻസ് വാൽവ്. Air admittance valves are one-way vents installed after the trap on the drain line of a fixture. The purpose of an air admittance valve is to provide a method for allowing air to enter the plumbing drainage system to prevent siphonage of plumbing fixture. It is a one-way valve used in drain lines and water supply lines. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു എയർ അഡ്മിറ്റൻസ് വാൽവാണ്. ഇതൊരു എയർ അഡ്മിറ്റൻസ് വാൽവിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ ഭാഗങ്ങൾ കാണാം. എക്സോസ്റ്റ് ഫ്ലോ, സ്മോൾ ഓഫീസ്, കവർ, ലിങ്കേജ്, സീറ്റ്, അതിൻ്റെ ഫ്ലോട്ട്, വാൽവ് കണക്ഷൻ. എയർ അഡ്മിറ്റൻസ് വാൽവ് ഉപയോഗിക്കുന്നത് പ്ലംബിംഗ് ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് വായുവിനെ കടത്തിവിടാൻ വേണ്ടിയാണ്. ഇതുവഴി ട്രാപ്സിൽ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. ഇതൊരു വൺ വേ വാൽവാണ്. പ്രധാനമായും ഡ്രെയിൻ ലൈൻസിലാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് വാൽവ്. Float valve is a simple mechanical liquid level controller. A float detects changes of elevation in the liquid free surface and opens or closes a valve accordingly. The valve opens and closes in response to the water level in the tank. In a house, float valve is installed in water storage tank and flush tank. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലോട്ട് വാൽവ് ആണ്. ഇത് ഫ്ലോട്ട് വാൽവിൻ്റെ ബോൾ, ഇത് ഫ്ലോട്ട് വാൽവിൻ്റെ ലിവർ. ഇതൊരു ഫ്ലോട്ട് വാൽവിൻ്റെ സിമ്പിളാണ്. ഫ്ലോട്ട് വാൽവ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാൽവാണ്. ഫ്ലോട്ട് വാൽവ് ഒരു സിസ്റ്റത്തിലുള്ള വാട്ടർ ലെവലിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഒരു ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചാണ്. ഫ്ലോട്ട് വാൽവുകൾ സാധാരണയായി ഫ്ലഷിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്ന പമ്പുകൾ ഉള്ള വീടുകളിൽ ടാങ്കിൽ വാട്ടർ ലെവലിനനുസരിച്ച് ഇലക്ട്രിക് കണക്ഷൻ വിച്ഛേദിക്കാൻ വേണ്ടി ഫ്ലോട്ട് വാൽവുകൾ ഉപയോഗിക്കുന്നു. സോളിനോയിഡ് വാൽവ്. Electrically controlled valve. The valve features a solenoid, which is an electric coil with a movable ferromagnetic core in its center. Electromagnetism is the basic principle that is used to open and close solenoid valve. Fast acting, can get hot as it requires energy to switch and stay in their position. Common in heating systems, compressed air systems, vacuum, irrigation, car washes, etc. ഇതൊരു സോളിനോയിഡ് വാൽവിൻ്റെ സിമ്പിളാണ്. ഇതൊരു സോളിനോയിഡ് വാൽവാണ്. സോളിനോയിഡ് വാൽവുകൾ എന്നാൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് വാൽവുകളാണ്. ഇവയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് സോളിനോയിഡാണ്. ആ സോളിനോയിഡ് ഈ കോയിലിനിടയ്ക്കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിസം ആണ് ഈ സോളിനോയിഡ് വാൽവിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കോയിൽ എനർജൈസ്ഡ് ആകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസം വഴി ഈ പ്ലഞ്ചർ മുകളിലോട്ട് പോവുകയും വാൽവ് ഓപ്പൺ ആവുകയും ഫ്ലോ നടക്കുകയും ചെയ്യുന്നു. എന്നാൽ കോയിൽ ഡി എനർജൈസ്ഡ് ആകുമ്പോൾ ഈ പ്ലഞ്ചർ താഴോട്ട് വരികയും വാൽവ് അടയുകയും ചെയ്യുന്നു. ഫാസ്റ്റ് ആക്ടിംഗ് വാൾവ്സ് ആണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിലയബിൾ ആണ്. എന്നാൽ പെട്ടെന്ന് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കോമൺ ആയി ഹീറ്റിംഗ് സിസ്റ്റത്തിലും കംപ്രസ്ഡ് എയർ സിസ്റ്റത്തിലും വാക്യൂം സിസ്റ്റത്തിലും ഇറിഗേഷൻ സിസ്റ്റത്തിലും കാർ വാഷിംഗ് സിസ്റ്റത്തിലും ഒക്കെയാണ് സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അക്നോളജ്മെന്റ്. Sources and images courtesy of assuredautomation.com, thomasnet.com, www.google.com/images, reference book Cashco control valves. Assignment. Record in portfolio different types of valves used in plumbing. Find the valves used in your home, identify them and make a case study of their location and use. പോർട്ട്ഫോളിയോയിൽ വാൽവുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. വീട്ടിൽ ഉപയോഗിക്കുന്ന വാൽവുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവയുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിച്ച് എഴുതുക. അതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡി തയ്യാറാക്കുക. താങ്ക് യു.